This video tutorial is about the calculation of the stationery amount to be shown in income and expenditure account. നമുക്കറിയാം ഈ വർഷത്തെ നടപ്പ് വർഷത്തെ അതായത് സ്റ്റേഷനറി വക ഈ വർഷം കണക്കിൽ കാണിക്കേണ്ട എല്ലാ തുകയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. അക്കൗണ്ടിങ് ഇയർ 2015 ആണെങ്കിൽ അതായത് കറൻറ്റ് ഇയർ അല്ലെങ്കിൽ നടപ്പ് വർഷം 2015 1 ജനുവരി 2015 മുതൽ 31 ഡിസംബർ 2015 വരെ എങ്കിൽ ആസ് ഓൺ 1 ജനുവരി 2015 ബാലൻസ് എന്ന് പറയുന്നത് ആസ് ഓൺ 1 ജനുവരി 2015 എന്ന് പറയുമ്പോൾ കറൻറ്റ് ഇയർ അതായത് നടപ്പ് വർഷത്തെ അതായത് ഈ വർഷത്തെ 2015 ഓപ്പണിംഗ് ബാലൻസ് 2015 ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞ വർഷത്തെ തുകയായിട്ട് കണക്കാക്കുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ്. ഇനി ആസ് ഓൺ 31 ഡിസംബർ 2015 എന്ന് പറയുമ്പോൾ നടപ്പ് വർഷത്തെ കറൻറ്റ് ഇയർ അതായത് ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഇത് ഈ വർഷത്തെ തുകയായി കണക്കാക്കുന്നു. എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ എന്നാൽ ഈ വർഷം സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്ത തുക എന്നർത്ഥം. അതായത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രകാരം കാണിക്കുന്ന തുക. ഈ തുകയിൽ കഴിഞ്ഞ വർഷത്തെ തുകയും അടുത്ത വർഷത്തെ തുകയൊക്കെ ഉൾപ്പെടാം. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി സ്റ്റേഷനറി വാങ്ങിയ വക കൊടുക്കാനുള്ള തുക എന്നർത്ഥം. ഇനി ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31 ഡിസംബർ 2015 2015 അതായത് ഈ വർഷം സ്റ്റേഷനറി കടത്തിൽ വാങ്ങിയത് കൊണ്ട് കൊടുക്കാനുള്ള തുക എന്നർത്ഥം. ഈ വർഷത്തെ സ്റ്റേഷനറി വാങ്ങിയ കണക്കിൽ വരേണ്ടതിനാൽ ആഡ് ചെയ്തു കാണിക്കുന്നു. ഇനി ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 1/1/2015 ഇത് ഈ വർഷത്തെ അതായത് 2015 ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതായത് കഴിഞ്ഞ വർഷം 2014 സ്റ്റേഷനറി കടത്തിൽ വാങ്ങിയ വക കൊടുക്കാനുള്ള തുക എന്നർത്ഥം. ഈ വർഷം സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്ത തുകയിൽ കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ള ഈ തുക ഉൾപ്പെട്ട് കാണും എന്ന അർത്ഥത്തിൽ ലെസ് ചെയ്ത് കാണിക്കുന്നു. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 1 ജനുവരി 2015 നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുന്നു. അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടി അഡ്വാൻസായി കൊടുത്ത തുക. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 1/1/2015 ഇത് ഈ വർഷത്തെ 2015 അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതായത് കഴിഞ്ഞ വർഷം 2014 സ്റ്റേഷനറിക്ക് വേണ്ടി അഡ്വാൻസായി കൊടുത്തത് കഴിഞ്ഞ വർഷം അഡ്വാൻസായി കൊടുത്ത ഈ തുക ഈ വർഷത്തെ 2015 സ്റ്റേഷനറി വാങ്ങിയ കണക്കിൽ വരേണ്ടതിനാൽ ആഡ് ചെയ്തു കാണിക്കുന്നു. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31 ഡിസംബർ 2015 ഇത് ഈ വർഷം 2015 സ്റ്റേഷനറിക്ക് വേണ്ടി അഡ്വാൻസായി കൊടുത്ത തുകയാണ്. ഈ വർഷം അഡ്വാൻസായി കൊടുത്തത് അടുത്ത വർഷത്തെ ഇവിടെ 2016 സ്റ്റേഷനറിയുടെ തുക ആയതിനാൽ ലെസ് ചെയ്ത് കാണിക്കുന്നു. നമുക്ക് സ്റ്റേഷനറിയുടെ കാൽക്കുലേഷൻ ഈ രീതിയിൽ കാണിക്കാം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആദ്യം നമ്മൾ എടുക്കുക എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ. അതായത് ഈ വർഷം സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്ത തുക
അതായത് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രകാരം കാണിക്കുന്ന തുക. ഇനി ആഡ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അറ്റ് ദി എൻഡ് ഓഫ് ദ കറൻറ്റ് ഇയർ. ഈ വർഷം സ്റ്റേഷനറി കടത്തിൽ വാങ്ങിയത് കൊണ്ട് കൊടുക്കാനുള്ള തുക, ഈ വർഷം കൊടുക്കാനുള്ള തുക ആഡ് ചെയ്യുന്നു. ലെസ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കറൻറ്റ് ഇയർ. അതായത് കഴിഞ്ഞ വർഷം സ്റ്റേഷനറി കടത്തിൽ വാങ്ങിയത് കൊണ്ട് കൊടുക്കാനുള്ള തുക, കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ള തുകയാണ് ഈ വർഷം കൊടുത്തതിൽ ഉൾപ്പെട്ട് കാണും എന്ന അർത്ഥത്തിൽ ലെസ് ചെയ്യുന്നു. ഇനി ആഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കറൻറ്റ് ഇയർ വിച്ച് മീൻസ് ആസ് ഓൺ 1st January. അപ്പോൾ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് ഈ വർഷത്തെ തുകയാണ്, ഈ വർഷത്തെ തുക ആയതുകൊണ്ട് ആഡ് ചെയ്യുന്നു. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി അറ്റ് ദ എൻഡ് ഓഫ് ദ കറൻറ്റ് ഇയർ. ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് അടുത്ത വർഷത്തെ തുക ആയതിനാൽ ലെസ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം സ്റ്റേഷനറി വാങ്ങിയ തുക. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ആൻസറാണ് സ്റ്റേഷനറി കൺസ്യൂംഡ് അല്ലെങ്കിൽ യൂസ്ഡ് അല്ലെങ്കിൽ സ്റ്റേഷനറി ടു ബി ഷോൺ ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. From the following, calculate the amount to be shown in the income and expenditure account in respect of stationery. സ്റ്റേഷനറി വക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് എത്രയാണ്? ഇനി ഇവിടെ വർഷം സൂചിപ്പിച്ചിട്ടില്ല. പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ. Stock of stationery on the opening date and closing date 60 rupees and 80 rupees respectively. Amount due for stationery bought during the year. അപ്പോൾ നമുക്ക് നോക്കാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട സ്റ്റേഷനറി എമൗണ്ട് എത്രയാണ്. സോ ഹിയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മൾ ആദ്യം എഴുതുക പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്ത തുക 720 rupees. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ബൗട്ട് ഡ്യൂറിങ് ദ ഇയർ, സ്റ്റേഷനറി വാങ്ങിയ വക ഈ വർഷം കൊടുക്കാനുള്ള തുക, സ്റ്റേഷനറി വാങ്ങിയ വക ഈ വർഷം കൊടുക്കാനുള്ള തുക. അപ്പോൾ ഈ വർഷം കൊടുക്കാനുള്ളത് ആഡ് ചെയ്യുക. നമുക്ക് ആദ്യം അത് ആഡ് ചെയ്യാം. ആഡ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ 120 rupees. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 840 rupees ആണ്. പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം സ്റ്റേഷനറി വാങ്ങിയത് പർച്ചേസ് ചെയ്ത എമൗണ്ട് 840 rupees. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, അറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി മൈനസ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസറാണ് സ്റ്റേഷനറി കൺസ്യൂം ഡ്യൂറിങ് ദ ഇയർ. അതായത് ഈ വർഷം നമ്മൾ ഉപയോഗിച്ച ഈ വർഷത്തെ കണക്കിൽ കാണിക്കേണ്ട സ്റ്റേഷനറിൻ്റെ എമൗണ്ട്. Next question, calculate the amount of expenditure to be shown in the income and expenditure account by way of stationery.
അപ്പോൾ സ്റ്റേഷനറി വക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഇത് തയ്യാറാക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഷോൺ അല്ലെങ്കിൽ ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇനി എമൗണ്ട് പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് സ്റ്റേഷനറി ഡ്യൂറിങ് 2015 ആസ് പെർ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രകാരം സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്ത തുക, സ്റ്റേഷനറി വാങ്ങിയ തുക. അപ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രകാരം സ്റ്റേഷനറിക്ക് വേണ്ടി ചിലവായ തുക ആദ്യം നമ്മൾ എടുക്കുന്നു. എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ. ഇനി അടുത്ത ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 1st January 2015. അതായത് 1st January എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ എമൗണ്ടാണത്. അപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റേഷനറി വാങ്ങിയ വക കൊടുക്കാനുള്ളത്, കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ള തുക ഈ വർഷം കൊടുത്ത തുകയിൽ ഉൾപ്പെട്ട് കാണും. അപ്പോൾ നമ്മൾ ലെസ്സാ ചെയ്യുക. ലെസ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 1st January 2015 കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ളത് ലെസ് ചെയ്യുന്നു. ഇനി അടുത്ത ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 31st December 2015. 31st December 2015 ഈ വർഷം സ്റ്റേഷനറി കടത്തിൽ വാങ്ങിയ വക കൊടുക്കാനുള്ളത്, ഈ വർഷം സ്റ്റേഷനറി വാങ്ങിയ വക കൊടുക്കാനുള്ളത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം, പിന്നെ ലെസ് ചെയ്യാം. ദെൻ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 1/1/2015 1st Januaryയിലെ സ്റ്റേഷനറിൻ്റെ സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, അറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ അടുത്ത ക്ലോസിംഗ് സ്റ്റോക്ക്, സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 31st December ക്ലോസിംഗ് സ്റ്റോക്കാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്നു. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് 2014 കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത്, കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് ഈ വർഷത്തെ തുകയാണ് ആഡ് ചെയ്യുക. ആഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് 2014. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് 2015 ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത്, ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് അടുത്ത വർഷത്തേക്കുള്ള തുക ആയതുകൊണ്ട് ലെസ് ചെയ്യുക. ലെസ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് 2015. നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ 2015. 2015 സ്റ്റേഷനറി വാങ്ങിയ വക, സ്റ്റേഷനറി വാങ്ങിയതിൻ്റെ തുക. അതിന് ശേഷം നമ്മൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റ് ചെയ്യൽ. അപ്പോൾ ആദ്യം നമുക്ക് പർച്ചേസ് ഓഫ് സ്റ്റേഷനറി കാണാം. ഈ 2015 സ്റ്റേഷനറി വാങ്ങിച്ചത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസറാണ് സ്റ്റേഷനറി കൺസ്യൂംഡ് അല്ലെങ്കിൽ യൂസ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഓർ സ്റ്റേഷനറി ടു ബി ഷോൺ ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് calculate the amount of stationery to be charged to income and expenditure account of the year 2015. So details. ഇപ്പോൾ 2015 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട സ്റ്റേഷനറിൻ്റെ എമൗണ്ട് എത്രയാണ്? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തയ്യാറാക്കുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ എടുക്കുക, സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്ത തുക. പിന്നെ നമ്മൾ പർച്ചേസ് ഓഫ് സ്റ്റേഷനറി കാണുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം കിട്ടുന്ന ആൻസറാണ് സ്റ്റേഷനറി കൺസ്യൂംഡ്. സോ ദി ഹിയർ ഐറ്റംസ്, സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആസ് ഓൺ 1/1/2015 ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എടുക്കുക, പർച്ചേസ് ഓഫ് സ്റ്റേഷനറി കണ്ട ശേഷമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. ദെൻ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആസ് ഓൺ 31st December ക്ലോസിംഗ് സ്റ്റോക്കാണ്. അതും പർച്ചേസ് ഓഫ് സ്റ്റേഷനറി കണ്ടിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്ത ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്ത് കാണിക്കുന്നു. ഇനി എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് 2015
2015 സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്ത തുക, അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രകാരം കാണിക്കുന്ന തുക, അത് ആദ്യം എടുക്കുക. എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദി ഇയർ 2015. അടുത്ത ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31st December 2015. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31st December 2015. ഈ വർഷം സ്റ്റേഷനറി കടത്തിൽ വാങ്ങിയ വക കൊടുക്കാനുള്ളത്, ഈ വർഷം കൊടുക്കാനുള്ളത് ആഡ് ചെയ്യുക. ദെൻ അടുത്ത ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31st December 2014. 31st December 2014 കഴിഞ്ഞ വർഷം. അപ്പോൾ കഴിഞ്ഞ വർഷം കടത്തിൽ സ്റ്റേഷനറി വാങ്ങിയ വക കൊടുക്കാനുള്ളത്, കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ളത് ഈ വർഷം കൊടുത്ത തുകയിൽ ഉൾപ്പെട്ട് കാണും എന്ന അർത്ഥത്തിൽ ലെസ് ചെയ്യുന്നു. ലെസ്. ദെൻ അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31st December 2014. 31st December 2014 മീൻസ് ലാസ്റ്റ് കഴിഞ്ഞ വർഷം സ്റ്റേഷനറിക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തത്, കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് ഈ വർഷത്തെ തുകയാണ് ആഡ് ചെയ്യുക. ആഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി 100. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31st December 2015. ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത്, അപ്പോൾ ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് അടുത്ത വർഷത്തെ തുകയായതിനാൽ ലെസ് ചെയ്യുന്നു. ലെസ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31st December 2015 നമുക്ക് കിട്ടുന്നു 2130. അതാണ് പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ഡ്യൂറിങ് ദി ഇയർ. 2015 സ്റ്റേഷനറി പർച്ചേസ് ചെയ്തത്, സ്റ്റേഷനറി വാങ്ങിയത്. ഇനി ഇതിൻ്റെ കൂടെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ആൻസറാണ് സ്റ്റേഷനറി ടു ബി ഷോൺ, ടു ബി ഡെബിറ്റഡ് ഓർ സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ 2330. Question number 36. The extract of a receipts and payments account for the year ended on March 31st 2015. ഇപ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിന് പകർത്തിയ കാര്യങ്ങൾ, പേയ്മെൻറ്റ് സ്റ്റേഷനറി 13,000, സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്തത് 13,000. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് April 1st 2014, March 31st 2015. March 31st 2015 ആണ് ഇയർ എൻഡ്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അറിയാം, ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അടുത്ത ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി, സ്റ്റേഷനറി വാങ്ങിയ വക കൊടുക്കാനുള്ളത്. ഇത് ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട്, ഇത് ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തെ എമൗണ്ട്. സോ കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് സ്റ്റേഷനറി കൺസ്യൂംഡ്. സ്റ്റേഷനറി വക ഈ വർഷം കാണിക്കേണ്ട എമൗണ്ട് എത്രയാണ്, സ്റ്റേഷനറി ചിലവാക്കിയത് എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഹിയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആദ്യം നമ്മൾ എടുക്കുക എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ, സ്റ്റേഷനറിക്ക് വേണ്ടി ഈ വർഷം കൊടുത്ത തുക 13,000. ഇനി നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അതിൽ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി മാത്രമേ ഉള്ളൂ. അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി എന്ന ഐറ്റം ഇവിടെ ഇല്ല. അപ്പം നമ്മൾ ആദ്യം ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ദിസ് ഇയർ, ഈ വർഷം സ്റ്റേഷനറി വാങ്ങിയ വക കൊടുക്കാനുള്ളത് ആഡ് ചെയ്യുന്നു. ഇനി കഴിഞ്ഞ വർഷം സ്റ്റേഷനറി വാങ്ങിയ വക കൊടുക്കാനുള്ളത് ലെസ് ചെയ്യുന്നു. നമുക്കിവിടെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സ്റ്റേഷനറി ഇല്ല. അപ്പം നമുക്ക് ഈ വർഷം പർച്ചേസ് ചെയ്ത സ്റ്റേഷനറിൻ്റെ എമൗണ്ട് കാണാൻ പറ്റി, സ്റ്റേഷനറി പർച്ചേസ് ഫോർ ദ ഇയർ. ഇനി ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. കിട്ടുന്ന ആൻസറാണ് സ്റ്റേഷനറി കൺസ്യൂം ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം ഉപയോഗിച്ച സ്റ്റേഷനറി, അതായത് ഈ വർഷത്തെ കണക്കിൽ കാണിക്കേണ്ട സ്റ്റേഷനറിൻ്റെ തുക 8,500.